അറിവിന്റെ ലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഏവർക്കും സുപരിചിതമായ ഈ പക്ഷി തെങ്ങിന്റെ ഓലയിൽ പിടിച്ച് ആടി ഇറങ്ങുന്നത് കണ്ടിട്ടില്ലേ? ഇത് ഓലേഞ്ഞാലിയാണ്. ഇന്ന് നമുക്ക് ഓലേഞ്ഞാലിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. ആദ്യം നമുക്ക് ഇവയുടെ ശബ്ദം കേട്ടുനോക്കാം. 3 വ്യത്യസ്ത ശബ്ദങ്ങൾ ഇവർ ഉണ്ടാക്കാറുണ്ട്. കാക്കയുടെ വർഗത്തിൽപ്പെട്ട ഒരു പക്ഷിയാണ് ഓലേഞ്ഞാലി. റൂഫസ് ട്രീപ്പി എന്നും ഇന്ത്യൻ ട്രീപ്പി എന്നും ഇവയെ വിളിക്കാറുണ്ട്. ഇവയുടെ ശാസ്ത്രീയ നാമം ഡെൻഡ്രോസിറ്റ വാഗബുണ്ട എന്നാണ്. ഈ പക്ഷിയെ ഇന്ത്യയിലൊട്ടാകെയും മ്യാൻമറിലും ലാവോസിലും തായ്ലാന്റിലും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും കാണപ്പെടുന്നു. കേരളത്തിൽ പലയിടങ്ങളിലും ഓലേഞ്ഞാലി, ഓലമുറിയൻ, പുകബ്ലായ്, പൂക്കുറിഞ്ഞിപ്പക്ഷി, കുറ്റിയുള്ളിപ്പക്ഷി, കോയക്കുറിഞ്ഞി, കാറാൻ, ചെലാട്ടി, കീരിയാട്ട എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നു. ഓലേഞ്ഞാലി അതിന്റെ ആകർഷകമായ തൂവലുകൾ കൊണ്ട് എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയുന്നവയാണ്. ഏകദേശം 18 ഇഞ്ചോളം വരും ഈ പക്ഷിയുടെ വലിപ്പം. ഇതിൽ വാലിന് മാത്രം ഏതാണ്ട് 12 ഇഞ്ചോളം നീളം കാണും. മുകൾ ഭാഗത്തുള്ള 2 തൂവലുകൾക്ക് മാത്രമേ ഇത്രയും നീളമുള്ളൂ. മറ്റു തൂവലുകൾ ക്രമേണ നീളം കുറഞ്ഞു വരുന്നു. ഇതിനാൽ ഇവ വാലു വിടർത്തുമ്പോൾ വാലിന് ഒരു ത്രികോണാകൃതിയാണുള്ളത്. തലയും കഴുത്തും മാറിടവും കറുപ്പുനിറം. ശേഷം ദേഹം ഭൂരിഭാഗവും മങ്ങിയ ചുവപ്പു കലർന്ന തവിട്ടുനിറം. ചിറകിനരികിൽ ഒരു കറുത്ത പട്ടയും അതിനു മുകളിലായി ഒരു വെള്ളപ്പട്ടയും കാണാം. നീണ്ട വാലിന്റെ തുമ്പും അടിഭാഗവും കറുപ്പ്, മുകൾ ഭാഗം നീലകലർന്ന ചാരനിറമാണ്. നിറങ്ങളുടെ ഈ സംയോജനം ഓലേഞ്ഞാലിയെ കാഴ്ചയിൽ ആകർഷകമായ ഒരു പക്ഷിയാക്കുന്നു. ഇത് പലപ്പോഴും പക്ഷി നിരീക്ഷകരുടെയും പ്രകൃതി സ്നേഹികളുടെയും ശ്രദ്ധ പിടിച്ചുപറ്റാറുണ്ട്. ഓലേഞ്ഞാലിക്ക് 90 ഗ്രാം മുതൽ 130 ഗ്രാം വരെ ഭാരമുണ്ട്. സാധാരണയായി 6 മുതൽ 8 വർഷം വരെ ജീവിച്ചിരിക്കുന്നതായി കരുതപ്പെടുന്നു. എല്ലാ ദിവസവും കുളിക്കാറില്ലെങ്കിലും വെള്ളം കണ്ടാൽ കുളിക്കാൻ യാതൊരു മടിയുമില്ലാത്ത പക്ഷിയാണ് ഓലേഞ്ഞാലി. മറ്റു പക്ഷികളെ തുരത്തുന്നതിന് പ്രത്യേക കഴിവുണ്ട്. ഇവർ മനുഷ്യരുമായി ഇണങ്ങാനും ഭക്ഷണം സ്വീകരിക്കാനും താൽപര്യം കാട്ടാറുണ്ടെങ്കിലും വളർത്തുമൃഗമാകാൻ ഇഷ്ടപ്പെടാത്തവരാണ്. ഓലേഞ്ഞാലി കാക്കയെപ്പോലെ തന്നെ മിശ്രബുക്കാണ്. പഴങ്ങൾ, പുഴുക്കൾ, ചെറുപാട്ടുകൾ, ഇഴജന്തുക്കൾ, പൂന്തേൻ, പക്ഷിക്കുഞ്ഞുങ്ങൾ, പക്ഷികളുടെ മുട്ടകൾ തുടങ്ങിയവയാണ് പ്രധാന ഭക്ഷണം. ആഹാരസമ്പാദനം പ്രധാനമായും മരക്കൊമ്പുകളിലും ഇലകൾക്കിടയിലും നിന്നാണ്. സാധാരണ ഇണകളോടൊപ്പം ആണ് ഇര തേടുക. ഓലകൾക്കിടയിലെ പുഴുക്കളെ പിടികൂടുവാൻ കൊക്കുകൊണ്ട് ഓലയിൽ പിടിച്ച് ആടി ഇറങ്ങുന്നതു കാണാം. അഴുകിയ മാംസവും ഇവ ഭക്ഷിക്കാറുണ്ട്. ആഹാരം തേടാനായി ഇവർ ചിലപ്പോൾ കുയിലുകൾക്കൊപ്പവും പൂത്താങ്കീരികൾക്കൊപ്പവും കാണാറുണ്ട്. ഓലേഞ്ഞാലിയുടെ പെരുമാറ്റത്തിലെ ഏറ്റവും ആകർഷകമായ വശങ്ങളിലൊന്ന് മാനുമായുള്ള സഹജീവി ബന്ധമാണ്. സാമ്പർ പോലുള്ള മാനുകളിൽ കാണപ്പെടുന്ന എക്ടോപാരസൈറ്റുകളെ ഈ പക്ഷി ഭക്ഷിക്കുന്നതായി അറിയപ്പെടുന്നു. മാനുകൾ ഓലേഞ്ഞാലിയെ ശരീരത്തിൽ ഇരുന്നു വൃത്തിയാക്കാൻ അനുവദിക്കുന്നു. പരസ്പരമുള്ള ഈ ഇടപെടൽ പക്ഷിയുടെ പാരിസ്ഥിതിക പ്രാധാന്യവും അതിന്റെ ആവാസവ്യവസ്ഥയുടെ ആരോഗ്യം നിലനിർത്തുന്നതിൽ അതിന്റെ പങ്കും എടുത്തുകാണിക്കുന്നു. ഓലേഞ്ഞാലിക്ക് ആജീവനാന്തം ഒരു പങ്കാളി മാത്രമേ ഉണ്ടാകൂ. അവർ ഇണയോടൊപ്പം ആണ് ഇരതേടുന്നതും കൂടുണ്ടാക്കുന്നതും മുട്ട വിരിയിക്കുന്നതും. പ്രജനനകാലം സാധാരണയായി ഏപ്രിൽ മുതൽ ജൂലൈ വരെയാണ്. ഈ പക്ഷികൾ മരങ്ങളുടെ ചില്ലകളിൽ കുറഞ്ഞ വടികഷ്ണങ്ങളും വേരുകളും ഉപയോഗിച്ച് കൂടുണ്ടാക്കുന്നു. അധികം ആഴവും വലിപ്പവും ഇല്ലാതെ കപ്പിന്റെ ആകൃതിയിൽ ആണ് കൂടുണ്ടാക്കുന്നത്. പെൺപക്ഷി സാധാരണയായി 3 മുതൽ 5 മുട്ടകൾ ഇടുന്നു. ഉയരമുള്ള മരത്തിൽ ഏതാണ്ട് 15 അടിയോളം ഉയരത്തിലാണ് ഓലേഞ്ഞാലി കൂടുവെക്കുന്നത്. അതുകൊണ്ട് തന്നെ കണ്ടെത്താൻ വളരെ പ്രയാസവുമാണ്. 2 മാതാപിതാക്കളും ചേർന്നാണ് മുട്ടകൾ വിരിയിക്കുന്നതിലും കുഞ്ഞുങ്ങളെ വളർത്തുകയും ചെയ്യുന്നത്. സാംസ്കാരികമായി വളരെ പ്രാധാന്യമുള്ള പക്ഷിയാണ് ഓലേഞ്ഞാലി. ഇന്ത്യയിൽ ഇത് പലപ്പോഴും നാടോടിക്കഥകളുമായും പുരാണങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. അതിന്റെ ഉച്ചത്തിലുള്ള കൂവൽ ഭാഗ്യം കൊണ്ടുവരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. കൂടാതെ പല പ്രദേശങ്ങളിലും അതിന്റെ സാന്നിധ്യം ശുഭകരമായി കണക്കാക്കപ്പെടുന്നു. ഈ പക്ഷി വന്നിരിക്കുന്ന വീടുകളിൽ ധനത്തിന് ബുദ്ധിമുട്ടുണ്ടാകില്ലെന്ന് വിശ്വസിക്കുന്നു. ഓലേഞ്ഞാലികൾക്ക് നിലവിൽ ഭീഷണിയില്ല, എന്നാൽ ഇന്ന് അതിന്റെ എണ്ണം കുറഞ്ഞുവരികയാണ്. വേട്ടയാടലും നഗരവൽക്കരണവും കാർഷിക വ്യാപനവും കാരണം ആവാസവ്യവസ്ഥയുടെ നാശത്തിൽ നിന്നും ഇത് ഭീഷണി നേരിടുന്നു. പാരിസ്ഥിതിക പ്രാധാന്യമുള്ള ഈ ജീവിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുമല്ലോ. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. നമസ്കാരം.